ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ റൗണ്ട് ഷേപ്പ് ഫോം ഷീറ്റിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വള ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരേ സൈസിലുള്ള റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 8 പാർട്ടായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ 8 പാർട്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിന് ഇതുപോലത്തെ 2 പീസാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതാ 2 പീസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം ഓരോ പെറ്റലിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 പീസിലും ഇതുപോലെ പെറ്റൽസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ അയൺ ബോക്സിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് കൈയിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടും. എന്നിട്ട് ആ പെറ്റൽസ് ഒന്നും കൂടെ ഭംഗി ഇടാൻ വേണ്ടിയിട്ട് അതിൽ കത്രികേൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് ഒരു ചെറിയ ലൈൻസ് പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്ലവർ ഉണ്ടാക്കാനുള്ള പെറ്റൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ഫോം ഷീറ്റിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ അയൺ ബോക്സിൽ വെച്ചിട്ട് നന്നായിട്ട് നിന്ന് ചൂടാക്കി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ യെല്ലോ പീസിന് ആദ്യം അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ആ യെല്ലോ പീസ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 റെഡ് പീസിനെയും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ കാണുന്ന ആ ഒരു സെപ്പൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഗ്രീൻ ടേപ്പിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു 3-4 പീസായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗ്രീൻ കളർ ഫോം ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താലും മതി കേട്ടോ. ഗ്രീൻ ടേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ഫ്ലവറിൻ്റെ സ്റ്റെം ഒന്ന് തിക്കായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിയൽ ഫ്ലവറിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ ടിഷ്യൂ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടേപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ സ്റ്റിക്ക് പോലെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു ഫ്ലവർ, പിന്നെ അതിൻ്റെ താഴെ 2, പിന്നെ അതിൻ്റെ താഴെ 3, ആ രീതിയിലാണ് കേട്ടോ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.